ഹലോ മക്കളെ, അപ്പൊ നമ്മൾ വിമൻ കാസ്റ്റ് ആൻഡ് റിഫോം എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മുടെ നാട്ടിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന ഫീമെയിൽസിന് അഗെയിൻസ്റ്റ് ഉണ്ടായിരുന്ന ഡിസ്ക്രിമിനേഷൻ, സതി വിഡോ ആയി കഴിഞ്ഞാൽ സതി ആവുന്ന ഒരു കാര്യം, അതിനുശേഷം അതിനുള്ള റിഫർമേഷൻ, രാജാ റാം മോഹൻ റോയിന്റെ സതി ബാൻ ചെയ്യാനുള്ള മൂവ്മെന്റ്സ്, അതുപോലെ തന്നെ ആര്യ സമാജ്, ദയാനന്ദ സരസ്വതിയുടെ ആര്യ സമാജ്, ഒത്തിരി വേറെ കാര്യങ്ങൾ അല്ലെ, മുംതാസ് അലിയുടെ കാര്യങ്ങള്, മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഫീമെയിലിന്റെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷണൽ സിസ്റ്റം പ്രോത്സാഹിപ്പിച്ചതിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിയല്ലേ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് വിമൻ റൈറ്റ് അബൌട്ട് വിമൻ. വിമനെ പറ്റിയിട്ട് എഴുതുന്നത്. ഓക്കെ. From the early 20th century, Muslim women like Begums of Bhopal played a notable role in promoting education among women. Okay, early 20th century la Muslim women like Begums of Bhopal. അപ്പം ഫീമെയിൽസിന് വേണ്ടിയിട്ട് ഫീമെയിൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങൾ. They founded a primary school for girls at Aligarh. അവരെന്ത് ചെയ്തു? ഈ ബീഗം എന്ത് ചെയ്തു? ഒരു അലിഗറിൽ എന്ത് ചെയ്തു? പ്രൈമറി സ്കൂൾ ഫോർ ഫീമെയിൽസ് ഫോം ചെയ്തു. Another remarkable woman, Begum Rokeya Sakhawat Hossain, started schools for Muslim girls in Patna and Calcutta. അപ്പം മുസ്ലിം ഗേൾസിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റാർട്ടായി. She was a fearless critic of conservative ideas. അല്ലെ, ഫിയർലെസ് ക്രിട്ടിക് ഓഫ് കൺസർവേറ്റീവ് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ കൺസർവേറ്റീവ് ഐഡിയാസിന് അല്ലെ ഒട്ടും മീൻസ് അവർക്കൊരു പേടി ഉണ്ടായിരുന്നില്ല. കൺസർവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓൾറെഡി ഇവിടെ എന്ത് സിസ്റ്റം ആണോ നിലനിന്നിട്ടുള്ളത് അത് തന്നെ ഇങ്ങനെ പൊടി പിടിപ്പിച്ച് കൊണ്ടുവരാം. സമൂഹത്തിന് കാലത്തിനനുസരിച്ചുള്ള ചേഞ്ച് വേണം അല്ലെ. നമ്മൾ ഒരു കാലത്ത് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, പക്ഷെ ഇപ്പൊ ആരോടെങ്കിലും ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഫോണിൽ ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ, നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു കൺസർവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചേഞ്ചിന് വിധേയമാവാത്തവരാണ്. Arguing that religious leaders of every faith accorded an inferior place to women. By the 1880s, Indian women began to enter universities. അങ്ങനെ എഡ്യൂക്കേഷൻ, ഫീമെയിൽസിന് എഡ്യൂക്കേഷൻ പോലും കൊടുക്കാത്ത ഒരു സിസ്റ്റത്തിൽ നിന്നും 1880s ആയപ്പം വിമൻ യൂണിവേഴ്സിറ്റീസിൽ എൻ്റർ ചെയ്യാൻ തുടങ്ങി. സം ഓഫ് ദം ട്രെയിൻ ടു ബി ഡോക്ടേഴ്സ്. കുറച്ച് ആൾക്കാർ ഡോക്ടേഴ്സായി. സം ബിക്കെയിം ടീച്ചേഴ്സ്. മെനി വിമൻ ബിഗെയിൻ ടു റൈറ്റ് ആൻഡ് പബ്ലിഷ് ദെയർ ക്രിട്ടിക്കൽ വ്യൂസ് ഓൺ ദ പ്ലേസ് ഓഫ് വിമൻ ഇൻ സൊസൈറ്റി. ഇപ്പൊ പല കാര്യങ്ങളിലും വിമൻ എന്ത് ചെയ്യാൻ പറയും? ഡോക്ടേഴ്സായി, ടീച്ചേഴ്സായി, പല കാര്യങ്ങളിലും വിമൻ വോയിസ് കാണിക്കാൻ തുടങ്ങി. താരാബായ് ഷിന്ദ്, എ വിമൻ എഡ്യൂക്കേറ്റഡ് അറ്റ് ഹോം അറ്റ് പൂന, പബ്ലിഷ്ഡ് എ ബുക്ക് സ്ത്രീ പുരുഷ് തുലന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കമ്പാരിസൺ ബിറ്റ്വീൻ വിമൻ ആൻഡ് മെൻ അല്ലെ. വിമനും മെന്നും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, അതാണ് ആ ബുക്കിന്റെ കണ്ടന്റ്. Criticizing the social differences between men and women. Men dominant society-നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ബുക്കാണ് സ്ത്രീ പുരുഷ് തുലന. ആരാണ് എഴുതിയിട്ടുള്ളത്? താരാബായ് ഷിന്ദ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണേ. താരാബായ് ഷിന്ദ്, സ്ത്രീ പുരുഷ് തുലന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിസൈസിങ് ദ സോഷ്യൽ ഡിഫറൻസസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ. ഓക്കെ. Pandita Ramabai, a greater scholar of Sanskrit, felt that Hinduism was oppressive towards women and wrote a book about the miserable lives of upper caste Hindu women. She founded a widow's home at Pune. Okay, അവര് പണ്ഡിത രമാബായി എന്ത് ചെയ്തു? വിഡോസിന് വേണ്ടിയിട്ട് ഒരു ഹോം കൺസ്ട്രക്ട് ചെയ്തു. സോ പൂനെയിൽ ഒരു ഹോം കൺസ്ട്രക്ട് ചെയ്തു ഫോർ വിഡോസ് ടു പ്രൊവൈഡ് ഷെൽട്ടർ ടു വിഡോസ് ഹു ഹാഡ് ബീൻ ട്രീറ്റഡ് ബാഡ്ലി ദെയർ ഹസ്ബൻഡ്സ് റിലേറ്റീവ്സ്. അപ്പം ഒരു ലേഡി വിഡോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ്സിന്റെ റിലേറ്റീവ് എന്ത് ചെയ്യും? ഭയങ്കര മോശമായിട്ട് ആ ലേഡീൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു.
അല്ലെ. അപ്പം അവര് എന്താ പറയാ, അവരുടെ ഒരു ലക്കി അല്ലെ, അവർ അത്രയും അൺലക്കി ആയതുകൊണ്ടാണ് അവര് ആ ഹസ്ബൻഡ് മരിച്ചെന്നുള്ള രീതിയിലൊക്കെ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യും. അപ്പം ആ ഒരു അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഈ പണ്ഡിത രമാബായി എന്ത് ചെയ്തു, ഒരു വിഡോസിന് വേണ്ടിയിട്ട് ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തു, who had been treated badly by their husbands' relatives. Here, women were trained so that they could support themselves economically. അപ്പം അവിടെ വിമന് ട്രെയിനിങ് അല്ലെ, അവരെ തന്നെ ട്രെയിനിങ് ചെയ്ത് അവർക്ക് എക്കണോമിക്കലിയും കൂടെ ഇൻഡിപെൻഡന്റ് ആവാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഓഫർ ചെയ്യുന്ന തരത്തിലാണ് പണ്ഡിത രമാബായിയുടെ മൂവ്മെന്റ് നടന്നിട്ടുള്ളത്. സോ ദിസ് ഈസ് പണ്ഡിത രമാബായി. ഓക്കെ. So, needless to say, all these more than alarmed the Orthodox. പറയാനുണ്ടോ അല്ലെ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിലനിന്നുകൊണ്ടിരുന്ന ഒരു സൊസൈറ്റിയിൽ ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഫീമെയിൽസിന്റെ സൈഡിൽ, വിമൻ ഫോർ വിമൻ ആണല്ലേ, ഇവൺ ഫീമെയിൽസിന്റെ സൈഡിൽ നിന്ന് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള റിഫോർമേറ്റീവ് മൂവ്മെന്റ്സ് വരുന്ന സമയത്ത് അത് ഉറപ്പായിട്ടും ഓർത്തഡോക്സിനെ ഒന്ന് അലാം ചെയ്തിട്ടുണ്ടാവും. ഫോർ ഇൻസ്റ്റൻസ്, മെനി ഹിന്ദു നാഷണലിസ്റ്റ് felt that Hindu women were adopting Western ways. അല്ലെ, ഹിന്ദു വിമൻ വെസ്റ്റേൺ കൾച്ചറിലേക്കാണ് പോകുന്നത്, ആൻഡ് ദാറ്റ് ദിസ് വേ വുഡ് കറപ്റ്റ് ഹിന്ദു കൾച്ചർ. അപ്പം ഹിന്ദു വിമൻ ഇങ്ങനെ വെസ്റ്റേൺ കൾച്ചേഴ്സ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹിന്ദു കൾച്ചറിന് പ്രശ്നമാണ്. ആൻഡ് ഇറോഡ് ഫാമിലി വാല്യൂസ് അല്ലെ, നമ്മൾ ഇന്ത്യയിൽ ട്രഡീഷണലി ഫാമിലിക്ക്, കുടുംബത്തിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കുടുംബം എന്ന് പറയുന്നതാണ് ഒരാളുടെ സ്വത്തായിട്ട് കണക്കാക്കുന്നത്. അപ്പം ഇവർ ഈ വിഡോ റീമാരേജ് അല്ലെങ്കിൽ വിഡോസിന് സെപ്പറേറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അത് നമ്മുടെ ഇന്ത്യൻ വാല്യൂസിന് വില കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ഓർത്തഡോക്സ് അതിനെ നോക്കിക്കണ്ടിട്ടുള്ളത്. ഓർത്തഡോക്സ് മുസ്ലിംസ് were also worried about the impact of these changes. ഓർത്തഡോക്സ് മുസ്ലിംസ്, ഹിന്ദുസിന് മാത്രമല്ല മുസ്ലിംസിനും ഉണ്ടായിരുന്നു. By the end of the 19th century, women themselves were actively working for reform. അപ്പം ഇതുവരെ മെയിൽസിന്റെ ഒത്തിരി സപ്പോർട്ട് ഉണ്ടായിരുന്നു. 19th സെഞ്ചുറി ആയ സമയത്ത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫീമെയിൽസ് അല്ലെ, വിമന് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ സൊസൈറ്റിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ദേ റോട്ട് ബുക്സ്, അവർ ബുക്സ് എഴുതാൻ തുടങ്ങി, എഡിറ്റഡ് മാഗസിൻസ് എഡിറ്റ് ചെയ്യാൻ തുടങ്ങി, ഫൗണ്ടഡ് സ്കൂൾസ് അല്ലെ, സ്കൂൾസ്, ട്രെയിനിങ് സെന്റേഴ്സ്, ആൻഡ് സെറ്റപ്പ് വിമൻസ് അസോസിയേഷൻസ് അല്ലെ, ഫീമെയിൽസിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് ഫീമെയിൽ അസോസിയേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഫ്രം ദ ഏർലി 20th century, they formed political pressure groups to push through laws for female suffrage, the right to vote, and better health care and education for women. അപ്പം വിമന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം. ബെറ്റർ എഡ്യൂക്കേഷൻ, ഹെൽത്ത് ഫെസിലിറ്റീസ് അല്ലെ, എല്ലാ മൂവ്മെന്റും ഫീമെയിലിന് വേണ്ടിയിട്ട് തന്നെ ചെയ്യാണ്. സൊസൈറ്റിയിൽ അല്ലെ നല്ലൊരു പൊസിഷൻ. സം ഓഫ് ദം ഈക്വാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സം ഓഫ് ദം ജോയിൻഡ് വേരിയസ് കൈൻഡ്സ് ഓഫ് നാഷണലിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് മൂവ്മെന്റ് ഫ്രം ദി 1920s ആയ സമയത്ത് ഒത്തിരി ഫീമെയിൽസ് ഒത്തിരി നാഷണലിസ്റ്റ് സോഷ്യൽ മൂവ്മെന്റ്സിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തു. In the 20th century, leaders such as Jawaharlal Nehru and Subhash Chandra Bose lent their support to demands for greater equality and freedom for women. അപ്പം 20th century ആയ സമയത്ത് സുഭാഷ് ചന്ദ്രബോസ് അല്ലെ വളരെ ഏറ്റവും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ മുൻനിരയിൽ നിന്നിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവും ഫീമെയിൽസിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. നാഷണലിസ്റ്റ് ലീഡേഴ്സ് പ്രോമിസ് ദാറ്റ് there would be full suffrage for all men and women after independence. However, till then they asked women to concentrate on the anti-British struggles. അപ്പം അവരെങ്ങനെയാ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഫീമെയിലിനും മെയിലിനും ഇക്വാലിറ്റി അഷറൻസ് കൊടുത്തു. ഇപ്പൊ നിങ്ങൾ പരസ്പരം മത്സരിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ ആന്റി ബ്രിട്ടീഷ് സ്ട്രഗിൾസിൽ വേണം കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു കഥയാണ്. Once a woman's husband has died in her
ടെക്സ്റ്റ് ബുക്ക് അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, സ്ത്രീ പുരുഷ് തുലന എന്ന് പറയുന്ന ഒരു ബുക്ക് താരാബായി സിന്ധിന്റെ ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ആൻഡ് സ്ത്രീ പുരുഷ് തുലനയിൽ അവർ എഴുതിയിട്ടുള്ളത് isn't a woman's life as dear to her as yours is to you? It's as if women are meant to be made of something different from men, altogether made from less from earth or rock or rusted iron, whereas you and your lives are made from the purest gold. You are asking me what I mean. I mean, once a woman's husband has died, what's in store for her? The barber comes to shave all the curls and hair off her head just to cool your eyes. She's shut out from going to weddings, receptions, and other auspicious occasions that married women go. And why all these restrictions? Because her husband has died. She's unlucky. Ill fate is written on her forehead. Her face is not to be seen. It's a bad omen. എന്താണ്, ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു വിഡോയ്ക്ക് പിന്നെ എവിടെയും ഒരു ഓസ്പീഷ്യസ് ഫംഗ്ഷനിലും പങ്കെടുക്കാൻ പറ്റില്ല, കല്യാണത്തിന് പോകാൻ പറ്റില്ല, റിസപ്ഷൻസിന് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ഓസ്പീഷ്യസ് അല്ലെ, അവർ ഭയങ്കര അൺലക്കി ആയിട്ട് അവിടെ മുദ്ര കുത്തപ്പെട്ടു. അപ്പൊ അവരുടെ ലൈഫ് അവിടെ കഴിഞ്ഞ പോലെയാണ് അല്ലെ, പിന്നെ ആർക്കോ വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിച്ചിങ്ങനെ പോകും അല്ലെ, അവർക്ക് അവരുടെ ലൈഫ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു രീതിയിലുള്ള സിസ്റ്റം, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഈ താരാബായി ഷിന്ദിന്റെ ആണ് സ്ത്രീ പുരുഷ് തുലന എന്ന് പറയുന്ന ബുക്കിലെ കുറച്ച് കോട്ടാണ് ഇപ്പൊ കണ്ടത്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ലോ അഗെയിൻസ്റ്റ് ചൈൽഡ് മാരേജ്. ലോ അഗെയിൻസ്റ്റ് child marriage. With the growth of women's organizations and writings on these issues, the momentum for reform gained strength. People challenged another established custom, that of child marriage. Child marriage എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ, അല്ലെ, കുഞ്ഞായിരിക്കുന്ന സമയത്തെ കല്യാണം കഴിപ്പിച്ചു വിടുക അല്ലെ, വളരെ കുട്ടി അല്ലെ, 8, 9, 10, 11 വയസ്സൊക്കെ ആകുമ്പോൾ കല്യാണം കഴിച്ചു വിടുക അല്ലെ, അപ്പൊ തന്നെ പ്രഗ്നന്റ് ആയിട്ട് അങ്ങനെ ആ ഒരു അല്ലെ 10, 15 വയസ്സാകുമ്പോൾ പ്രഗ്നന്റ് ആവുക, ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക അല്ലെ, അവരുടെ ചൈൽഡ് മാരേജ് എന്നുള്ളൊരു സിസ്റ്റം. There were a number of Indian legislators in the Central Legislative Assembly who fought to make a law preventing child marriage. In 1929, the Child Marriage Restraint Act was passed. അപ്പം 1929 ഫസ്റ്റത്തെ ചൈൽഡ് മാരേജ് റിസ്ട്രെയിൻഡ് ആക്ട് വാസ് പാസ് without the kind of bitter debates and struggles that earlier laws had seen. And according to the act, no man below the age of 18 and women below the age of 16 could marry. അപ്പം 1929 ആക്ട് പ്രകാരം അല്ലെ 18 വയസ്സ് പൂർത്തിയായിട്ട് ആൺകുട്ടികൾ കല്യാണം കഴിച്ചാൽ മതി. അപ്പൊ 18 വയസ്സാവാത്ത ആൺകുട്ടികളും അതുപോലെ തന്നെ ഈവൻ 16 വയസ്സാവാത്ത പെൺകുട്ടികൾ എന്ത് ചെയ്യാൻ പാടില്ല, കല്യാണം കഴിക്കാൻ പാടില്ല. അപ്പം മിനിമം കല്യാണത്തിനുള്ള ഒരു ഏജ് മെയിൽസിനും ഫീമെയിൽസിനും ഫിക്സ് ചെയ്തു. ഫീമെയിൽ 16, മെയിൽ 18 ആക്കി. Subsequently, these limits were raised to 21 for men and 18 for women. പിന്നീട് അത് ആ ഒരു ഏജ് റേസ് ചെയ്തിട്ട് അല്ലെ ആൺകുട്ടികൾക്ക് 21 വയസ്സും പെൺകുട്ടികൾക്ക് 18 വയസ്സും ആക്കി. ഇപ്പൊ പെൺകുട്ടികളുടെ വയസ്സ് 21 ഒരു ജമ്പിങ് ആണല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ആ രീതിയിൽ ഒരു ഫീമെയിലിന്റെ മെയിലിന്റെയും അല്ലെ ചൈൽഡ് മാരേജിനുള്ള റെസ്ട്രിക്ഷൻ വന്നുകൊണ്ടുള്ള ആക്ട് 1929. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത് അല്ലെ, വിമന് വേണ്ടിയിട്ട് വിമന്റെ മൂവ്മെന്റ്സ് അല്ലെ, അലിഗറില് ഒരു പ്രൈമറി സ്കൂൾ ബീഗം ഫോം ചെയ്തു. ഓക്കെ, ആൻഡ് ഒത്തിരി മൂവ്മെന്റ്സ് മുസ്ലിം ഗേൾസിന് വേണ്ടിയിട്ടുള്ള സ്കൂൾസ് സ്റ്റാർട്ട് ചെയ്തത്. താരാബായി ഷിന്ദിന്റെ സ്ത്രീ പുരുഷ് തുലന എന്ന് പറയുന്ന ഒരു ബുക്ക് അല്ലെ, ഫീമെയിൽസ് എന്ന ഫീമെയിൽസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി മൂവ്മെന്റ്സ് ചെയ്തു. ആൻഡ് വിഡോസ് ഹോം ഫൗണ്ട് ചെയ്തു. ആരാണ്? പണ്ഡിത രമാബായി വിഡോസിന് വേണ്ടിയിട്ട് ഒരു ഹോം, വിഡോസ് ഹോം അല്ലെ, ഹസ്ബൻഡിന്റെ റിലേറ്റീവ്സിന്റെ സൈഡിൽ നിന്നുള്ള ഹറാസ്മെന്റും കാര്യങ്ങളൊക്കെ സഫർ ചെയ്യേണ്ടി വരുന്ന വിമൻസിന് വേണ്ടിയിട്ട് വിഡോസ് ഹോം ഫോം ചെയ്തു. അത് ഓർത്തഡോക്സിനെ ഇത്തരം മൂവ്മെന്റ്സ് വല്ലാതെ അരോസരപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അല്ലെ, അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെ, അവര് പ്രിസർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ചേഞ്ച് വരുന്നു എന്നുള്ളൊരു തോട്ടാണ് അവർക്ക് വന്നിട്ടുണ്ടായിരുന്നത്.
ആൻഡ് സുഭാഷ് ചന്ദ്രബോസ് ആയിക്കോട്ടെ, ജവഹർലാൽ നെഹ്റു ആയിക്കോട്ടെ, അവരൊക്കെ അത്തരം മൂവ്മെന്റിനെ 1920 കാലഘട്ടത്തിലൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്, വിഡോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓസ്പീഷ്യസ് ഫംഗ്ഷൻസിലൊന്നും അല്ല, ഒരു മാരേജിന് പോലും, ഒരു കല്യാണം എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരും സന്തോഷിക്കുന്നു, അത്തരം ഒരു ഇവന്റിൽ പോലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒരു വിഡോയ്ക്ക് പറ്റത്തുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു കാര്യങ്ങൾ. പിന്നെ ചൈൽഡ് മാരേജിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ലോ, ചൈൽഡ് മാരേജിന് എഗെയിൻസ്റ്റ് ആയിട്ട് 1929 ദ ചൈൽഡ് മാരേജ് റിസ്ട്രെയിൻഡ് ആക്ട് പാസ്സാക്കി. അത് പ്രകാരം മെന്നിന് 18 വയസ്സും ഫീമെയിലിന് 16 വയസ്സുമായിരുന്നു. പിന്നീട് അത് 18ഉം 21 അല്ലെ, ആണുങ്ങൾക്ക് 21 വയസ്സും പെൺകുട്ടികൾക്ക് 18 വയസ്സുമാക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇപ്പൊ അത് വീണ്ടും കൂട്ടിയിട്ടുണ്ട് അല്ലെ, 21 വയസ്സെന്നുള്ള രീതിയിലേക്ക് മാറാൻ പോകുന്നുണ്ട്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.